ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല പഞ്ഞിക്കുടം പോലത്തെ ഒരു മാർബിൾ സ്പോഞ്ച് കേക്കാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും നല്ല രുചിയിലും സോഫ്റ്റ്നെസ്സിലുമാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ 1.25 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളുപ്പ്, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിൽ നിർബന്ധമായിട്ട് നമ്മൾ ചേർക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇടഞ്ഞെടുത്തിട്ട് ആ വിസ്ക് വെച്ച് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി റൂം ടെമ്പറേച്ചറിലുള്ള 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മുട്ടയായിരിക്കണം. ഒരു വലിയ പാത്രത്തിലേക്ക്, നല്ല ഡ്രൈ ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു വലിയ പാത്രത്തിലേക്ക് വേണം, ഒരു ബൗളിലേക്ക് വേണം നമ്മൾ ഈ മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാനായിട്ട്. ഉണ്ണി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാൻ. ഇനി ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ച് നമുക്കിതുപോലെ കുറച്ച് കൂടുതൽ സമയം വേണമെന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 4-5 പ്രാവശ്യമായിട്ട് പഞ്ചസാര മുഴുവനായിട്ട് ചേർത്ത് നന്നായിട്ട് പഞ്ചസാര മുഴുവൻ മെൽറ്റ് ആകുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഷുഗർ മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി മുട്ടയുടെ ഉണ്ണി ഓരോന്നായിട്ട് നമുക്ക് ചേർക്കാം. മുട്ടയുടെ ഉണ്ണി ചേർത്ത് കഴിഞ്ഞിട്ട് 1 മിനിറ്റ്, ഒരെണ്ണം ചേർത്ത് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് നേരം നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഹൈ സ്പീഡിലാണ് ബീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ ഉണ്ണി ചേർക്കുമ്പം വേണം നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കാനപ്പം മുട്ടയുടെ ആ ഉണ്ണിയുടെ സ്മെല്ലൊന്നും ഇല്ലാതെ ഇരിക്കും. അപ്പം എഗ് യോക്ക് എല്ലാം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. ഇനി നമ്മളിതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വടിച്ചിട്ട് അതിലേക്കിനി നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ വീതം ചേർത്ത് ആ വിസ്ക് വെച്ച് നമുക്ക് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പതയൊക്കെ അടങ്ങാതെ വേണം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കാൻ. മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. വീണ്ടും നമുക്കിതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് വടിച്ചിട്ട് ഇങ്ങനെ സ്പാച്ചില വെച്ചൊന്ന് അടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഓവർ മിക്സ് ചെയ്യരുത്, കേക്ക് താഴ്ന്നു പോകും. അപ്പം ഇനി അതിൽ നിന്ന് ആ ബാറ്ററിൽ നിന്ന് ഒരു 1/2 കപ്പ് ബാറ്റർ വേറൊരു ചെറിയ ബൗളിലേക്ക് മാറ്റി അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂണോ ഫോർക്കോ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആകുമ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം ബട്ടർ പേപ്പറൊക്കെ ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലേക്കാണ് ഞാൻ ഈ ബാറ്റർ ഒഴിക്കുന്നത്. ബാറ്ററിൻ്റെ പകുതിയും നമുക്ക് ആ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചോക്ലേറ്റ് മിക്സ് 3-4 സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂവറോ വല്ലതും വെച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ ഒരു ഡിസൈൻ കിട്ടും. ഇനി അതിന് മുകളിലേക്ക് ബാക്കിയിരിക്കുന്ന ബാറ്റർ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. വീണ്ടും ബാക്കിയിരിക്കുന്ന ആ ചോക്ലേറ്റ് മിക്സ് 3-4 സ്ഥലത്തായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. വീണ്ടും നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ
ടൂത്ത് പിക്ക് ഇട്ട് നമുക്കിങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഒരു ഡിസൈൻ വരുന്ന പോലെ നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ടാപ്പ് ചെയ്യാം. ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. 170 ഡിഗ്രിയിൽ ഒരു 25-30 മിനിറ്റ് കൊണ്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് ബേക്ക്ഡായിട്ട് കിട്ടും. ഗ്യാസ് സ്റ്റോപ്പിലും നമുക്കിത് പെർഫെക്റ്റായിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് നല്ല ഭംഗിയായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നും സ്ക്രാച്ചസോ വിണ്ട് കീറുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് കേക്ക് ആ ടിന്നിൽ തന്നെ ഒരു 15 മിനിറ്റ് വെച്ചിട്ട് വേണം നമ്മളതിൽ നിന്ന് മാറ്റാനായിട്ട്. ഓവനിൽ നിന്ന് വാങ്ങിക്കഴിയുമ്പം നമ്മൾ അതിന് മുകളിലൊരു ക്ലീൻ കിച്ചൺ ടവലിട്ട് മൂടി വയ്ക്കണം. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ടിന്നിൽ നിന്നെടുത്ത് ബട്ടർ പേപ്പറൊക്കെ മാറ്റി നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ കട്ട് ചെയ്യാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല കേക്ക്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പം ഒട്ടും മായമൊന്നും ചേർക്കാതെ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ കേക്ക് തയ്യാറാക്കി കൊടുക്കുക. ഇനിയിപ്പം സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേക്ക് അവരുടെ സ്നാക്ക് ബോക്സിൽ നമ്മൾ തന്നെ തയ്യാറാക്കി കൊടുക്കുന്ന കേക്കൊക്കെ ആകുമ്പോൾ ഒരുപാട് സന്തോഷമാകത്തില്ലേ.